ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? അപ്പം എനിക്ക് ചെറിയൊരു ജലദോഷമാണ്. അപ്പോൾ സൗണ്ട് ഒന്ന് ഇച്ചിരി പോയിരിക്കുകയാണ്. കുറച്ചധികം നാളായല്ലേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇടയ്ക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. കുറേ നാളായിട്ട് അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ജലദോഷവും കഴിഞ്ഞ ദിവസമൊക്കെ പനിയൊക്കെ ആയിരുന്നു. ഇപ്പം മാറി. കുച്ചുവാണ് കേട്ടോ പനി കൊണ്ടുവന്ന്. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രത്യേക ടൈപ്പ് വൈറസ് ഉണ്ടെന്ന് പറയുന്നത്. പിള്ളേർക്ക് മാത്രം വരുന്ന എന്തോ ഒരു വൈറസ്. എനിക്ക് അതിൻ്റെ ചെറിയൊരു ഭാഗം എനിക്ക് കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ജോലി ഇവിടെ അവസാനിപ്പിച്ചു. ഇന്ന് എനിക്ക് വയ്യ. ഞാൻ ഓർത്തൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. കണ്ടിന്യൂസ് ജോലിയും തിരക്കും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് തലയ്ക്ക് വട്ട് പിടിച്ചു തുടങ്ങി. സോ മെയിനായിട്ട് ഞാൻ ബ്രേക്ക് എടുക്കുന്ന കാര്യം, ഇന്ന് എനിക്ക് ഇവിടെ 11:30 ആയി കേട്ടോ. ഇപ്പം എനിക്ക് 12:30 ഇവിടെ ഒരു കുർബാനയുണ്ട് പള്ളിയിൽ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എനിക്ക് പള്ളി കുർബാന കൂടാൻ പോകണം. അപ്പം അതാണ് ഞാൻ ഓർത്ത് ഓക്കെ ഒരു ഹാഫ് ഡേ ലീവ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. രാവിലെ പോകാൻ ഇങ്ങനെ ജലദോഷവും തൊണ്ടവേനയൊക്കെ ആയത് കാരണം രാവിലെ എഴുന്നേക്കാനും പള്ളിയിൽ പോകാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ മാസത്തിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഒത്തിരി നാളായിട്ട് ഒരു വ്ലോഗ് എടുത്തിട്ട് പോകുന്ന പള്ളിയൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. സോറി, ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന പള്ളിയൊന്നുമല്ല കേട്ടോ. ഇത് വേറൊരു പള്ളിയാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ഒരു പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ പള്ളിയുണ്ട് കേട്ടോ ഇവിടെ. അപ്പം എൻ്റെ ഈ വീടിനടുത്ത് ഒരു 5 minutes ഡ്രൈവിൽ ഒരു 3-4 പള്ളിയുണ്ട്. അതല്ല കുറച്ചുകൂടെ മാറിയിട്ടാണെങ്കിൽ എനിക്കൊന്നൊരു 10-15 പള്ളിയെങ്കിലും കാണും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ പള്ളിയിലും രാവിലെ 7:30 കുർബാന. മൺഡേ ടു ഫ്രൈഡേ രാവിലെ മാത്രം 7:30 മീൻസ് 7 മണി 7:30 ആ ഒരു സമയത്താണ് മിക്ക പള്ളിയിലും, എല്ലാ പള്ളിയിലും. പിന്നെ സാറ്റർഡേ സൺഡേ മാത്രമേ ഈവനിങ് കുർബാനയുള്ളൂ. അപ്പം പിന്നെ എനിക്ക് രാവിലെ പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര എങ്ങനെയെങ്കിലും പള്ളിയിൽ പോകണമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു പള്ളി ഞാൻ കണ്ടു. ഫ്രൈഡേ അവിടെ ഉണ്ട്. ഞാൻ 12 മണിക്ക് ഫ്രൈഡേ അവിടെ കുർബാനയുണ്ട്. അപ്പം ഞാൻ കുറച്ച് ദൂരമുണ്ട്, ഒരു 20-25 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. എങ്കിലും സാരമില്ല. അപ്പോൾ എനിക്ക് കുർബാന കൂടുക എന്നുള്ളതല്ലോ എൻ്റെ ഇന്നത്തെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ അത് നടക്കും. അപ്പോൾ എനിക്ക് ഹാപ്പിയായി. ഞാൻ കുറേ തപ്പിയിട്ടാണ് കേട്ടോ ആ പള്ളി കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ പള്ളി ഉള്ളത് കാരണം നമ്മളിങ്ങനെ ഓരോ പള്ളി എടുത്തെടുത്ത് ഓരോ പള്ളിയുടെ വെബ്സൈറ്റിൽ നോക്കി ഏത് പള്ളിയിൽ ഏത് സമയത്താണ് കുർബാന എന്നൊക്കെ നോക്കി അവസാനം ഞാൻ കണ്ടുപിടിച്ചാണ് ഡോയിൽസ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ പള്ളി. ഡോയിൽസ് ടൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ എന്തായാലും ഒരു ബ്ലോഗ് എടുക്കാം. ഡോയിൽസ് ടൗണിൻ്റെ ബറോയൊക്കെ നല്ല രസമാണ്. നല്ല എന്താ പറയുന്നത്, ഇറ്റ്സ് ഒരു ഓൾഡ് സിറ്റി, ഓൾഡ് സിറ്റി അല്ല ഓൾഡ് ടൗൺ ആണ്. അപ്പം നിങ്ങളെ കൂടെ അവിടെ കാണിച്ചു തരാമല്ലോ. അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. തിരിച്ചു വന്നിട്ട് വീടൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയി വന്നു കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ എനിക്ക് ജോലിയിൽ കണ്ടിന്യൂസ് പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ അതിൻ്റെ കുറച്ച് പെൻഡിങ് വർക്കൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ജോലിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പനി ജലദോഷം കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോഴും ഞാൻ ഫുള്ള് ഓക്കെ ആയിട്ടില്ല എങ്കിലും പക്ഷേ എന്തെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പോരെ. നമുക്ക് ആദ്യമേ പള്ളിയിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കം വിത്ത് മീ. അപ്പം ഞാൻ റെഡിയായി, നമുക്ക് പള്ളിയിൽ പോവാം. ഞാൻ പെട്ടെന്ന് വഴി സെറ്റ് ചെയ്തിട്ട് ഇപ്പം ഇനി ഒത്തിരി സംസാരിക്കാൻ എനിക്ക് സമയമില്ല. കാരണം നമ്മൾ കുറച്ച് ലേറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ പള്ളി ഒരു അരമണിക്കൂർ 20-25 മിനിറ്റ് കൂടുതൽ ഡ്രൈവ് ഉണ്ട്. സോ ഞാനിനി പള്ളി എത്തിയിട്ട് പള്ളി നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. പിന്നെ ഇന്ന് എൻ്റെ ഓക്കാൻറ്റിയുടെ ബർത്ത്ഡേ ആണ്. കലി മരിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം അത് കാരണം എനിക്ക് വീട്ടിൽ ഇരിക്കാനേ പറ്റുന്നില്ല. പള്ളിയിൽ പോകാണ്ട് ഒരു സമാധാനമില്ല. സോ അപ്പം ഞാൻ പള്ളിയിൽ പോകട്ടെ കേട്ടോ. സീ യു ലേറ്റർ. ഇതിപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് പുതിയ വഴികളൊക്കെയാണ്. അപ്പോൾ എനിക്കിങ്ങനെ പുതിയ വഴി കൂടെ ഒക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത്
സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോകാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റാൻഡ്, കാറ് വെക്കുന്ന ഫോണിൻ്റെ സ്റ്റാൻഡ്, അത് ബ്രേക്കായിപ്പോയി, പൊട്ടിപ്പോയി. അത് കാരണം നിങ്ങളെ എനിക്ക് വഴിയൊന്നും സ്ഥലം കാണിച്ചു തരാനായിട്ട് പാടാണ്. സോ ഞാൻ നോക്കട്ടെ. പക്ഷേ എങ്കിലും നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല വലിയ പള്ളിയാണ് കേട്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ കാറൊക്കെ കിടപ്പുണ്ട്. സാധാരണ എൻ്റെ വീടിനടുത്ത് പോകുന്ന പള്ളിയിലൊന്നും ഇത്ര ആൾക്കാരും ഒന്നും കാണാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് പൊതുവേ ഇവിടെ ഈ സമയത്ത് ഈ കുർബാനയൊന്നും ഉണ്ടാവാറില്ല ഉച്ചയ്ക്ക്. അതായിരിക്കും ചിലപ്പം എല്ലാവരും ഇവിടെ വരുന്നത്. ഈ സമയത്ത് വരാനായിട്ട് പറ്റുന്നവരതായിരിക്കും ഇവിടെ വരുന്നത്. എനിവേ, ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ പള്ളി. ഞാൻ നിങ്ങളെ ക്യാമറ അങ്ങോട്ട് ഫേസ് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു അവിടെ അല്ല കുർബാന, അവിടെ അല്ല, ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ചാപ്പിൾ കാണുന്നുണ്ട്, അവിടെയാണെന്ന് തോന്നുന്നു കുർബാന. ഞാൻ ഓടിപ്പോട്ടെ, സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുർബാന കൂടി എനിക്ക് ആശ്വാസമായി. താഴെ നമ്മൾ നേരത്തെ ആദ്യമേ ഞാൻ മുകളിലോട്ടാണ് പോയത്, അപ്പോൾ താഴെ ആയിരുന്നു കേട്ടോ ചാപ്പിൽ, അവിടെയായിരുന്നു കുർബാന ഉണ്ടായിരുന്നത്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഒത്തിരി പ്രത്യേകതകളൊക്കെ ഉള്ള പള്ളിയാണ്. കുറേ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് പോലെ, പിന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കുറേ എന്താ പറയുന്നത്, ഐ മീൻ ലൈക്ക് മാർപ്പാപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലോഹയുണ്ടല്ലോ, അങ്ങനത്തെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മ്യൂസിയം എന്ന് പറഞ്ഞൊരു റൂമൊക്കെ ഞാൻ കണ്ടു. അപ്പം വേറൊരു ദിവസം കുച്ചുവും ബിബിനും ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ പള്ളി മുഴുവനായിട്ടൊന്ന് കാണണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ കാറിലോട്ട് പോകാം. നല്ല വെയിലുണ്ട്. ഇവിടെ സ്പ്രിങ് സീസണാണ്. കുറേ മരങ്ങളുടെയൊക്കെ, ഈ മരങ്ങളുടെ ഒന്നും മാറിയിട്ടില്ലെങ്കിലും കുറേ മരങ്ങളുടെയൊക്കെ ഇലയുടെ കളറൊക്കെ മാറി, ഇലയൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പം ഒരടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇനി തണുപ്പൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇടയ്ക്ക് ചില ദിവസങ്ങൾ രാവിലെയും വൈകിട്ടുമൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ ഇന്ന് ആഫ്റ്റർനൂൺ ഹാഫ് ഡേ ലീവാണ് പറഞ്ഞെങ്കിലും എൻ്റെ ഓഫീസിൽ നിന്ന് ഏതോ മെസ്സേജൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫോണിൽ എനിക്ക് എൻ്റെ ഓഫീസിൻ്റെ ടീംസ് ആപ്പ് ഓണാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് എന്തൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ അതിനൊക്കെ ഒരു റിപ്ലൈ കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആലോചിക്കട്ടെ കേട്ടോ. നമുക്ക് വേറെ പ്ലാനിനൊന്നും ഉള്ള സ്കോപ്പില്ല. അപ്പം എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫയൽ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് അയച്ചു കൊടുക്കണം ഓഫീസിലോട്ട്. സോ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ബാക്കി വ്ളോഗ് ഞാൻ വീട്ടിൽ പോയിട്ട് എടുക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോകട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ലാപ്ടോപ്പ് അടച്ചു. ഇനിയിപ്പോൾ ആരും എന്നോടൊന്നും ചോദിക്കത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താ, ഇപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ പ്ലാൻ, നമുക്ക് പള്ളി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡോൾസ് ടൗണിലൊരു നല്ലൊരു സ്ഥലമുണ്ട്. ഡോൾസ് ടൗൺ ഒരു നല്ല സ്ഥലമാണ്. അപ്പോൾ അവിടെ ബറോയിൽ പോയിട്ട് എവിടെന്നെങ്കിലും ഒരു കോഫിയൊക്കെ കുടിക്കണം. തൊണ്ടയ്ക്ക് വേറെ ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇപ്പം വയ്യാത്ത കാരണം പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിക്കാനുള്ള വിശപ്പൊന്നുമില്ല. എങ്കിലും ഒരു കോഫിയൊക്കെ കുടിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ പ്ലാനുകളെല്ലാം ഇടയ്ക്ക് വെച്ച് പാളിപ്പോയില്ലേ. അപ്പം അതാണ്. അപ്പോൾ ഇനിയിപ്പം വീട്ടിൽ നിന്ന് തന്നെ ഇവിടെ കാപ്പിപ്പൊടി വീട്ടിൽ ഇരിപ്പില്ല, ചായപ്പൊടിയേ ഉള്ളൂ. ഇടയ്ക്ക് ഞാനിങ്ങനെ ഭയങ്കര ഹെൽത്തി ലൈഫ് സ്റ്റൈലായിരുന്നു. കോഫിയൊക്കെ കുടിക്കുന്നത് ഫുള്ളായിട്ട് നിർത്തിയായിരുന്നു. രാവിലെ ABC ജ്യൂസ്, പിന്നെ സ്മൂത്തി, അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം കോഫിയൊക്കെ തീർന്നെങ്കിലും പിന്നെ ബിബിന് അങ്ങനെ അധികം കാപ്പി കുടിക്കുന്നില്ല. ബിബിന് ചായയാണ് ഇഷ്ടം. അപ്പം കാപ്പിപ്പൊടി മേടിക്കുന്ന പരിപാടി നിർത്തിയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് വീണ്ടും എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വീണ്ടും എന്താ പറയുന്നത്, പഴയ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ പിന്നെയും ബ്രേക്കായി. അപ്പോൾ എനിക്ക് കാപ്പി കുടിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം. പ്രത്യേകിച്ച് നമുക്ക് ജലദോഷവും പനിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് കട്ടൻ കാപ്പി, റസ്ക്, അതൊക്കെയാണ് ഇഷ്ടമുള്ള ഫുഡ്. 2 ഐറ്റംസും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഞാനീ പോയിട്ട് ചെറുതായിട്ട് വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. എങ്കിലും രാവിലെ ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട്, ചോറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. കഞ്ഞി കുടിക്കണോ അറിയത്തില്ല, എന്തെങ്കിലും ഒന്ന് കഴിക്കണം.
പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഫുൾ ടൈം ഞാനിങ്ങനെ ഫോൺ വെച്ചിട്ടായിരിക്കുമോ ഇങ്ങനെ ഞാനിങ്ങനെ ലാപ്ടോപ്പ് അടയ്ക്കുന്നു, പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻസ് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമോ? ഞാനിങ്ങനെ വേറെ ആൾക്കാരുടെ വ്ളോഗ്സ് കാണുമ്പം ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, എന്തിനായിരിക്കും ഇവരിങ്ങനെ കാണിക്കുന്നതെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മളിങ്ങനെ അങ്ങനെയല്ല, ഒരു കണ്ടിന്യൂറ്റി വേണമല്ലോ. വ്ളോഗ് നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി വേണമല്ലോ. ഇപ്പം നമ്മളൊരു സിനിമ പോലെ അല്ലോ ഒരു വ്ളോഗിൽ നമ്മൾ പറയുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ലാസ്റ്റ് ഇതിന് മുന്നേ കാറിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ വന്നിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് അയക്കാനുണ്ട്, അങ്ങനെയല്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ ഫയൽ അപ്ലോഡ് ചെയ്ത് അയക്കുന്ന ഒരു പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഞാൻ അത് അയച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഷോട്ട് ഞാൻ എടുത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാതെ ഫുൾ ടൈം നമ്മളിങ്ങനെ ഫോണും വെച്ചിട്ട് ഇരുന്നിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ താഴെ പോയിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള സംഭവങ്ങൾ എന്തെങ്കിലും സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അതൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, ഞാൻ എൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തായിരുന്നു. ഇങ്ങനെ ഒത്തിരി മുടി വളർന്നോന്ന് ചോദിച്ചാൽ അറിയത്തില്ല, കാര്യമായിട്ട് മുടിയൊന്നും ഇല്ല എങ്കിലും. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ മുടി വെട്ടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ എവിടെ വെട്ടാനാ, ഇതിനകത്ത് ഇനിയിപ്പം വെട്ടാനൊന്നും ഇല്ലല്ലോ എന്ന്. അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒരു ഡീമോട്ടിവേഷനായി. ഇനിയിപ്പോൾ അപ്പോയിൻമെൻറ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. പിന്നെ കണ്ടോ, ഇത് എൻ്റെ ടേബിൾ വെച്ചേക്കുന്ന ഒരു കോഴിക്കുഞ്ഞാണ്. കോഴിക്കുഞ്ഞല്ല, ഒരു സംഭവമാണിത്. പിന്നെ എന്തോരം ബുക്സ്, ഞാൻ വേറൊരു സാധനം കാണിച്ചിടാം. എന്തോരം ബുക്സാണ് ഞാൻ ഇവിടെ മേടിക്കുന്നതല്ല കേട്ടോ. ബുക്സ് മേടിച്ച് പൈസ ഒന്നും കളയാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ ലെൻഡിങ് ലൈബ്രറി ഉണ്ട്, നമുക്ക് ബുക്ക് വായിക്കാനായിട്ട് എടുക്കാം ഫ്രീ ആയിട്ട്. അപ്പോൾ എവിടെ പോയാലും ഞാനിങ്ങനെ ബുക്ക് എടുത്തുകൊണ്ട് വരും. ഇതിനകത്തിപ്പം ഇത് ഞാൻ തിങ്ക് ലൈക്ക് എ മോങ്ക് എന്ന് പറഞ്ഞ മറ്റേ നമ്മുടെ ജയ് ഷെട്ടിയുടെ ബുക്ക്. ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് വായിച്ച ബുക്കാണ്. പിന്നെ ഈ ബുക്ക് ഞാൻ വായിച്ചു കേട്ടോ. ഹെവൻ ഈസ് ഫോർ റിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കൊച്ച്, അവനിങ്ങനെ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നൊക്കെ പറയുമല്ലോ. എന്താ പറയുക, നമ്മളിങ്ങനെ ഭൂമിയിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെ പോകുമ്പം നമ്മുടെ ആത്മാവ് കുറച്ച് സമയത്തിന് നമ്മളെ വിട്ട് മാറിയിട്ട് തിരിച്ച് ആത്മാവ് നമ്മുടെ ശരീരത്തോട്ട് വരുമ്പം അങ്ങനെ ഈ കുഞ്ഞുമോൻ അവൻ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ അവൻ സ്വർഗത്തിൽ പോവുകയും അവിടെ കണ്ട കാഴ്ചകളൊക്കെ പറയുന്ന ഒരു ബുക്കാണ്. ഇത് ഞാൻ വായിച്ച ബുക്കാണ് കേട്ടോ. എനിക്ക് ഈ ബുക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മരിക്കാനുള്ള പേടി എന്ന് വെച്ചാൽ മരണത്തിനെ കുറിച്ചുള്ള ഒരു പേടി മൊത്തത്തിലങ്ങ് മാറും. അങ്ങനെയുള്ള ഒരു ബുക്ക്, ഹെവൻ ഈസ് ഫോർ റിയൽ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. പിന്നെ ഏതൊക്കെയോ ബുക്ക് ഞാനിങ്ങനെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് വായിക്കാൻ സമയവും കിട്ടുന്നില്ല. ചില സമയം ബുക്ക് വായിക്കാൻ തുടങ്ങി ഞാൻ അങ്ങ് ഇരുന്ന് കണ്ടിന്യൂസ് വായിക്കും. പക്ഷെ ഇപ്പോൾ അതിനൊന്നുള്ള ഒരു സമയവും ഒരു മനസ്സും ഒന്നും കിട്ടുന്നില്ല. അപ്പം ശരി, അപ്പം നമുക്ക് താഴെ പോയിട്ട് ലഞ്ച് കഴിക്കാം. ഓക്കെ, ഇത് ഞാനൊരു 3-4 ആഴ്ച മുന്നേ ഞങ്ങൾ നടക്കാൻ പോയപ്പം മേടിച്ചല്ല, പറിച്ചുകൊണ്ട് വന്ന വൈൽഡ് ഫ്ലവേഴ്സാണ്. അത് വെച്ച് ഞാൻ ഫ്ലവർ വൈസ് ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടെ ഇങ്ങനെ കാട്ടിയൊക്കെ നിൽക്കുന്ന ചെടികളും അല്ല അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്ന പൂക്കളെ പോലെ തന്നെ നല്ല ഭംഗിയാണ് കാട്ടി നിൽക്കുന്ന ചെടികളുടെ പൂക്കൾ. അപ്പോൾ അത് ഞാൻ പറിച്ചുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഇവിടെയൊക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അതാണ് ഇനി എൻ്റെ അടുത്ത പരിപാടി. ഞാനൊരു മണിക്കൂർ കിടന്നങ്ങ് ഉറങ്ങി. ഇനിയിപ്പോൾ വീട് വൃത്തിയാക്കാനുള്ള സമയമില്ല, ഇവിടെ എന്തെങ്കിലും കുക്കിംഗ് ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. നാളെ ശനിയും ഞായറുമാണ്. നാളെ ഞാൻ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല. ഓരോ സ്പോട്ടിൽ ഇരുന്ന് മാറി ഇരുന്ന് ഞാൻ സംസാരിച്ചെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ആം ദ സോറി അളിയ. എൻ്റെ മനസ്സ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ശരീരം എന്നെ അനുവദിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ടൊരു ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടല്ലോ, ഷോർട്ട് വീഡിയോ ഞാൻ ഉണ്ടാക്കി കേട്ടോ.
ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു എനിക്ക് കൊടുത്തിരിക്കുന്ന ചലഞ്ച്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം പറഞ്ഞ പോലെ കുറച്ച് നേരം കിടന്നുറങ്ങി. ഞാൻ കൊച്ചിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. മീൻ കറി വെക്കണം, എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടെ ആരോഗ്യമായിട്ട് ശക്തിയായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങളപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.